ഹായ് ഗൈസ്, ഞങ്ങൾ ലക്സംബർഗിൽ പോവാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും ഒരു റിച്ചസ്റ്റ് കൺട്രിയിലോട്ടാണ് നമ്മൾ പോകുന്ന വഴിക്ക് ഇറങ്ങിയൊരു സ്ഥലത്തായിരുന്നു. ഒക്കെ മഴയൊക്കെ കണ്ട് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഇവിടെ ഭയങ്കര റെയിനാണ്. ഞങ്ങൾ ഇനി അടുത്ത സ്റ്റോപ്പിലോട്ട് പോകണം. ഞങ്ങൾക്ക് ലക്സംബർഗിൽ പോകാൻ ടിക്കറ്റ് ഒന്നും വേണ്ട, ഇവിടുന്ന് ഫ്രീ ആയിട്ടാണ് പോകുന്നത്. ഞങ്ങളുടെ സെമസ്റ്ററിൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റ് ഉണ്ട്. അപ്പം ഞങ്ങളുടെ സ്റ്റേറ്റിലുള്ളവർക്കേ ഉള്ളൂ, എല്ലാ യൂണിവേഴ്സിറ്റീസിനും ഇല്ല. അപ്പം ആ സ്റ്റേറ്റിൽ അപ്പം ഞങ്ങളുടെ സ്റ്റേറ്റിൻ്റെ ടിക്കറ്റ് വെച്ചിട്ട് ഞങ്ങൾക്ക് ബോർഡർ വരെ പോകാം. പിന്നെ അവിടുന്ന് ലക്സംബർഗിലോട്ട് പോകാൻ എല്ലാം ഫ്രീ ആണ്. ഇവരെൻ്റെ ഫ്രണ്ട്സാണ്, ഭഗവാൻ, മുസാമിൽ, ഉടുപ്പ, പിന്നെ എൻ്റെ അനിയത്തി ഉണ്ട് കൂടെ. ഞാൻ ഇവരോട് ഇപ്പോഴാണ് പറഞ്ഞത് എനിക്കിങ്ങനെ ഒരു ചാനലൊക്കെ ഉണ്ട്, ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ. ഇനി കാണാം, ഞാൻ ലക്സംബർഗിലെ കാഴ്ചകളൊക്കെ കാണിക്കാം. ഗൂഗിൾ മാപ്പിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്നായിരുന്നു കണക്ഷൻ കാണിച്ച് ഷ്വൈഷ് എന്നുള്ള ഒരു സ്ഥലത്തുനിന്ന്. പക്ഷെ നമുക്ക് ഡയറക്റ്റ് ട്രയറിൽ നിന്നോ കോബ്ലൻസിൽ നിന്നോ ലക്സംബർഗ് ട്രെയിൻ കയറാം കേട്ടോ. ട്രെയിൻ കയറുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ രണ്ടാമത്തെ ബോഗിയിലോട്ട് കയറണം. ഫസ്റ്റ് പാർട്ട് വേറെ ഏതോ സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പം സെക്കൻഡ് പാർട്ട് ആണോ എന്ന് നിങ്ങളൊന്ന് കൺഫേം ചെയ്യണം. അവിടെ ലക്സംബർഗ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് അടുത്ത സ്റ്റോപ്പായിട്ട് നമുക്ക് കാണിച്ചു. സോ എന്താണേലും ടിക്കറ്റ് ചെക്കർ ആ ഒരു സമയത്ത് വന്ന് എൻഷുർ ചെയ്യും നിങ്ങൾ കറക്റ്റ് ട്രെയിനിലാണെന്ന്. ഇത് നല്ലൊരു ആർക്കിടെക്ചറുള്ള ഇവരുടെ ലക്സംബർഗ് ട്രെയിൻ സ്റ്റേഷൻ കൊള്ളാമായിരുന്നു ആക്ച്വലി ഒക്കെ കാണാൻ. പുറത്തിറങ്ങിയപ്പോൾ ശരിക്കും എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. യൂറോപ്പ് പോലെ തന്നെ ഉണ്ടായിരുന്നു. അല്ല, യൂറോപ്പിലെ മറ്റ് സിറ്റീസ് പോലെ തന്നെ എല്ലാം ഏകദേശം ഒരേ ആർക്കിടെക്ചറൊക്കെ. പിന്നെ ചെറുകൂടെയൊക്കെ അവരുടെ ട്രാൻസ്പോർട്ടേഷനൊക്കെ കുറച്ചുകൂടെ ഒരു മോഡേണാണ്. ലക്സംബർഗ് ശരിക്കും നിങ്ങൾ നടന്ന് കാണാൻ പറ്റിയൊരു സിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നടക്കാനാണ് താല്പര്യമെങ്കിൽ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് നടന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ഇതവിടുത്തെ മെയിൻ ഒരു സ്ട്രീറ്റ് ആണ്. ട്രെയിൻ കയറണം എന്നൊന്നുമില്ല ഇങ്ങോട്ട് വരാൻ. പിന്നെ നമ്മൾ നടന്ന് കാലൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ ബസ് കയറാം. ജസ്റ്റ് ഒരു 2-3 മിനിറ്റേ ഉള്ളൂ ഇവിടെ വരെ. അപ്പോൾ നിങ്ങൾ വിശന്ന് വരുന്നിരിക്കുമായിരിക്കും ബൈ ദിസ് ടൈം. സോ കഴിക്കാൻ പറ്റി കുറേ നല്ല റെസ്റ്റോറൻറ്റ്സ് ഉള്ള ഒരു സ്ക്വയറാണിത്. വില്യം സ്ക്വയർ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതി ഗൂഗിളിൽ കാണിച്ചിരുന്നത്. അപ്പം ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു നല്ല റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലോക്കൽ ക്യൂസീനാണ് എൻജോയ് ചെയ്യണമെങ്കിൽ അതിനുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അത് പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നോക്കുന്നതെങ്കിൽ ഇവിടെ ഒരുപാട് ഫാസ്റ്റ് ഫുഡ് ചെയിൻസ് ഉണ്ട്. മെക്ഡി, ബർഗർ കിങ്, പിസ്സ ഹട്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പിസ്സ കഴിക്കാനുള്ളൊരു വൈബിലായതുകൊണ്ട് അവിടെ കയറി. കൊള്ളാമായിരുന്നു എല്ലാം. പോണോ പിസ്സ ഹട്ട് പോണോ എന്നൊക്കെ കൺഫ്യൂഷൻ ആയിരുന്നു. ലാസ്റ്റ് പിസ്സ ഹട്ടിൽ ഉറപ്പിച്ച് നമ്മൾ വന്നു. ഇതിനകം നല്ലൊരു ഇൻറ്റീരിയർ ആയിരുന്നു കേട്ടോ അവർ ചെയ്തിരുന്നത്. ഇവിടെ ഞങ്ങൾ മാർഗരീറ്റായും കെബാബ്, പിസ്സ, പിന്നെ ഇതുണ്ട് ബാർബിക്യൂ പിസ്സ ഒക്കെ കഴിച്ചു. നല്ല ക്രസ്റ്റൊക്കെ ആയിരുന്നു, സൂപ്പറായിരുന്നു. ഇപ്പം നിങ്ങൾ ഈ കേൾക്കുന്ന ശബ്ദമില്ല, അത് അവിടുത്തെ എമർജൻസി അലേർട്ട് സിസ്റ്റം അവർ ചെക്ക് ചെയ്യുന്നതാണ്. ശരിക്കും നിങ്ങളുടെ ഫോണിലും ഈ എമർജൻസി അലേർട്ട് വരും. അപ്പോൾ ഭയങ്കര അലാമിൻ്റെ ശബ്ദം. ഞാൻ കുറച്ച് നേരം ഉണ്ടായിരിക്കാം.
പ്ലാൻ ചെയ്ത് വന്നതല്ലെങ്കിലും ഞങ്ങൾ വന്ന ദിവസം അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവലിൻ്റെ ഡേയിലാണ് വന്നത്, ഈസ്റ്റർ മൺഡേ. ഇവിടുത്തെ ക്രാഫ്റ്റ്സ് മാർക്കറ്റ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റർ മൺഡേ മാത്രമുള്ളൂ ഈ ക്രാഫ്റ്റ് മാർക്കറ്റ്സ്. ഈസ്റ്റർ മൺഡേയുടെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് ഇവർ ചെയ്യുന്നതാണ്. നല്ല രസമുണ്ട്. അവിടെ കണ്ടോ ഒരു ചെറിയ പക്ഷികൾ ഇങ്ങനെ പാത്രത്തിൽ വെള്ളം കുടിക്കാതിരിക്കുന്നത്. ശരിക്കും അത് ആ പക്ഷികൾ എന്ന് പറയുന്നത് ആ ബേർഡ് ഷേപ്പിലിരിക്കുന്ന ഒരു വിസിൽ നമ്മുടെ ലക്സംബർഗിൻ്റെ ഒരു സിഗ്നേച്ചർ സാധനമാണ്. പിന്നെ ഉണ്ടായിരുന്നു ഒരുപാട് നല്ല നല്ല ക്രാഫ്റ്റ് തിങ്സൊക്കെ. ബ്രഷൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തതൊക്കെ എന്താ ഇവിടെ കൊണ്ടിട്ടേക്കുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായത് ഇവരുടെ ഒരു എക്സിബിഷനാണ് ഇന്ന് നമുക്ക് ഉള്ളത്. പിന്നെ ഇത് ഈ സാധനമൊക്കെ കൊള്ളാമായിരുന്നു. നമ്മൾ കയ്യിലൊക്കെ ഇട്ട് നോക്കി. ഇത് മുസാമ്മയുടെ കയ്യിലിട്ടിട്ട് കൊള്ളാമായിരുന്നു. പക്ഷെ ഞങ്ങളത് വാങ്ങിച്ചില്ല. ഞങ്ങൾ ഒരു കൂളിംഗ് ഗ്ലാസ്സാണ് വാങ്ങിച്ചത്. പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പല പല ഒക്യുപ്പേഷനിലുള്ള ആൾക്കാരുടെ ഒരു മെറ്റൽ എന്താ പറയുക ഒരു സ്കൾപ്ചറാണിത്. ഇതവിടുത്തെ സുവനീർ ഷോപ്പ് ഇച്ചിരി എക്സ്പെൻസീവ് ആയിരുന്നു. ഇതവിടുത്തെ പാലസിൽ ഇപ്പോഴും റോയൽറ്റി ആയതുകൊണ്ട് ഒഫീഷ്യലായിട്ട് ഗാർഡ് ചെയ്യാൻ സോൾജിയേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ബ്രിട്ടനിലുള്ള പോലെ പക്ഷെ അത്രയും ഒരു ഹെവി സെറ്റപ്പ് അല്ല, എന്നാലും അവിടെ ഒരു സോൾജിയർ ഉണ്ടായിരുന്നു. ഈസ്റ്റർ മൺഡേ ആയതുകൊണ്ട് കുറേ മുട്ട കിട്ടി കേട്ടോ. എങ്ങോട്ട് തിരിഞ്ഞാലും പച്ച മുട്ടയും മഞ്ഞയും പച്ചയല്ല നീല മുട്ടയും റെഡ് മുട്ടയും ഞങ്ങൾക്ക് കുറേ കിട്ടി. നമ്മൾ കയ്യിൽ അതില്ലാതെ നടക്കുന്നവർ പിന്നെയും തരാൻ ശ്രമിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം മുട്ട കാരണം പോക്കറ്റൊക്കെ നിറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ മുട്ട വാങ്ങൽ നിർത്തി. ഇതടുത്ത സ്ഥലം. ഇവിടെ എല്ലാം സ്ട്രീറ്റൊക്കെ കണ്ട് മടുത്തപ്പോൾ നമ്മൾ ഓർത്തു ഇനി കുറച്ച് കാണാനുള്ള മെയിൻ പ്ലേസസിലോട്ടൊക്കെ പോവാണ്. അങ്ങനെയാണ് ഞങ്ങൾ ജെല്ലാഫ്ര എന്നുള്ള പ്ലേസ് നെറ്റിൽ കണ്ടു. അതൊരു മോണ്യുമെൻ്റ് ആയിരുന്നു. നല്ല ഒരു അർത്ഥമുള്ള ഒരു സ്ഥലം എന്ന് പറയാം. ലക്സംബർഗിൽ പണ്ട് വാറിൻ്റെ സമയത്ത് പോവാൻ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അപ്പോഴേക്കും വോളണ്ടിയറായിട്ട് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ പോവാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ വെറുതെ പോയി മരിച്ചു. അവരുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് പണിത് വച്ചേക്കുന്നതാണ്. അത് വിക്ടറി ഓഫ് ഗോഡസിൻ്റെ ഒരു ഗോൾഡൻ സ്റ്റാച്ചു അതിൻ്റെ ഏറ്റവും മുകളിൽ ഇങ്ങനെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളും ഒക്കെ രസം ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഉള്ള ഒരു വ്യൂ ആയിരുന്നു. ഇവിടെ ദൂരെ നിന്ന് കാണുമ്പോൾ നല്ലൊരു പ്രേത ലുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ബാക്ക് സൈഡിലോട്ട് പോകുമ്പം നല്ലൊരു വ്യൂ. അതാണ് ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വ്യൂ. ഇത് നല്ല രസമായിരുന്നു കാണാൻ. നമ്മൾ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ട് വലിയ തിരക്കേട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് പോയത് കസമൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. അത് അത്യാവശ്യം ഇവിടെ കാണാൻ കൊള്ളാവുന്നൊരു സ്ഥലമാണ്. വേറൊരു സ്ഥലം കൂടിയുണ്ട് ഗില്ലർതാൽ. അവിടെയും പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ബട്ട് പോയില്ല ഞങ്ങൾ. ഇതാണ് കസമൈറ്റ്സ്. ഇവിടെ എല്ലാം ഈ മരങ്ങളൊക്കെ ഇല്ല നിൽക്കും കേട്ടോ. കാരണം വിൻ്റർ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇലയൊക്കെ വരച്ചിട്ട് താമസിക്കും. ഇതവിടുത്തെ ഒരു നല്ലൊരു വ്യൂ ആണ്. ഫുൾ സിറ്റി കാണാം. ഇതിൻ്റെ ഇപ്പോൾ ഈ നിൽക്കുന്ന പാലത്തിൻ്റെ അടി മൊത്തം ടണലാണ്, ടണൽസ്. അപ്പോൾ ഈ ടണലിലോട്ട് നിങ്ങൾക്ക് കാകമൊക്കെ കയറി കാണണമെങ്കിൽ അങ്ങേ അറ്റത്ത് പോയി ഒരു ടിക്കറ്റ് വാങ്ങിച്ചിട്ട് ആകമൊക്കെ കയറി കാണാം. പിന്നെ ഇവിടെ ഒരു ബസ്സിലും ഇവിടെയൊക്കെ കൊണ്ട് കാണിക്കും കേട്ടോ. പിന്നെ നമുക്ക് അതിനൊന്നും താല്പര്യമില്ലായിരുന്നു. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടന്ന് ഡീറ്റെയിൽ ആയിട്ടെല്ലാം കാണുമായിരുന്നു. അവിടെ താഴെ ഒരു റിവർ കണ്ടു. ആ റിവറിൻ്റെ അങ്ങോട്ടേക്കൊന്ന് പോകണമെന്നുണ്ടായിരുന്നു.
പക്ഷേ നമ്മൾ പോയില്ല. പോവാത്തതിന് കാരണം ഒന്നുമില്ല കേട്ടോ, മടുത്തു. അതുകൊണ്ടാണ് നടന്ന് മടുത്തു. ഇത് ഇവിടെ ശരിക്കും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഇപ്പോൾ ഈ വെതർ കാരണം ഇങ്ങനെയൊക്കെ മൂടിക്കെട്ടിയ പോലെ തോന്നും. പക്ഷേ നല്ലൊരു ഡേറ്റിനൊക്കെ വരാൻ പറ്റിയ പോലെ നല്ലൊരു സ്ഥലമാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു 1 ഡേ ട്രിപ്പ്, അതൊരു ഹോളിലൊരു നല്ലൊരു സിറ്റി എക്സ്പ്ലോർ ചെയ്യുന്ന പോലെ വന്ന് കാണാൻ പറ്റും. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ടണലിൻ്റെ ഒരു വ്യൂ. അപ്പോൾ ഇവിടെ നിന്നാണ് ടണലിനകത്ത് കയറിയാൽ അപ്പുറം വരും. പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തിലോട്ട് പോവാം. മ്യൂളർത്താലിലോട്ട് പോകാനൊരു സമയം കിട്ടിയില്ല. മ്യൂളർത്താൽ ഒരു ഹൈക്കിംഗ് പ്ലേസ് ആണ്. അവിടെ പോകാൻ നിങ്ങൾ കുറച്ചുകൂടെ പ്രിപ്പറേഷൻ വേണം. പകരം നമ്മളൊരു പാർക്കിലാണ് പോയത്, വെറുതെ പോയതാണ്. ഇനി നിങ്ങൾ മ്യൂളർത്താലും പോയി ലക്സംബർഗിലെ നൈറ്റ് ലൈഫും കൂടി എൻജോയ് ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. ബൈ.